ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സഹായം. ആർക്കാ സഹായം വേണ്ടത്? അവനവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് സഹായം വേണ്ടത്. അങ്ങനെ രോഗം കൂടിയിട്ടോ അപകടത്തിൽപ്പെട്ടിട്ടോ അവനവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ അടുത്ത്, ഒരു മനുഷ്യജീവിയുടെ അടുത്ത് നിങ്ങൾ ആദ്യമായി എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് കൈകളും യുക്തിയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളാണ് ആദ്യത്തെ സഹായം. ഈ ആദ്യത്തെ സഹായം നമുക്ക് യുക്തിയും കൈകളും കൊണ്ട് മാത്രം ചെയ്യാനുള്ളതാണ്, അല്ലാണ്ട് അതിനായിട്ട് ഒന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ്, അതായത് ആദ്യത്തെ സഹായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഏറ്റവും വലിയ സഹായം ബഹളം വെച്ച ആളെ കൂട്ടലാണ്. ഒരു കുട്ടി കിണറ്റിൽ വീണു, അമ്മക്ക് നീന്താനൊന്നും അറിയില്ല. അമ്മ മിണ്ടാണ്ടിരുന്നാൽ കുട്ടി മരിക്കും. അതേസമയം അമ്മ അയ്യോ 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 ബഹളം വെച്ചാൽ കുറേ ആളുകൾ വരികയും പലരുടെയും കലക്റ്റീവ് എഫേർട്ട് കാരണം കുട്ടികൾ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അലമുറയിട്ട് ബഹളം വെച്ച് ആളെ കൂട്ടലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. കൂടുതൽ ആളുകൾ വരുമ്പോൾ, കൂടുതൽ ബുദ്ധികൾ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് ആ അപകടത്തിൽപ്പെട്ട ആൾക്ക് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ സുരക്ഷിതത്വം നോക്കണം. അവരുടെ സുരക്ഷിതത്വത്തിന് അതേപോലെ പ്രധാനമാണ് നമ്മുടെ സ്വന്തം സുരക്ഷിതത്വം. അതുകൊണ്ട് ആവേശപ്പുറത്തൊന്നും ചെയ്യരുത്. ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബുദ്ധി പറയുന്ന ഇൻ്റലിജൻസ് സംസാരിക്കുമ്പോൾ ആ സംസാരപ്രകാരം മനസ്സുകൊണ്ട് ചെയ്യുക. ഹൃദയം കൊണ്ട്, ആവേശം കൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ശരിക്കും ആലോചിച്ച് വ്യക്തമായി തീരുമാനമെടുത്ത് നടപ്പിലാക്കുക. അതിനുശേഷം അവരെ യുക്തമായ ആശുപത്രി തീരുമാനിച്ച് യുക്തമായ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കുകയും വേണം. അതിനുശേഷം അവർക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു ബൈസ്റ്റാൻഡർ, ബന്ധു, സുഹൃത്ത് ആരെങ്കിലും എത്താൻ വേണ്ടി അതിനുവേണ്ട വിവരം അറിയിക്കുകയും വേണം. അത് ആക്സിഡൻറ്റ് സൈറ്റിൽ നിന്ന് ആശുപത്രി തീരുമാനിച്ച ഉടനെയാണ് ചെയ്യേണ്ടത്. കാരണം അപ്പോൾ മാത്രമേ ഫലപ്രദമായ, ഗുണപ്രദമായ ഒരു ഇൻഫോർമേഷൻ ആ വരുന്ന ആളുകൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളവിടുത്തെ ആശുപത്രിയിലെത്തുന്ന സമയം കൊണ്ട് അവരും ഹോസ്പിറ്റലിൽ എത്തുകയും ഫലപ്രദമായ ചികിത്സ കിട്ടുകയും ചെയ്യും. ഇനി സുരക്ഷത്തെക്കുറിച്ചും ഏത് ആശുപത്രി എങ്ങനെ തീരുമാനിക്കണമെന്ന യുക്തിയെക്കുറിച്ചും ഏത് വാഹനം, എങ്ങനത്തെ വാഹനം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് എങ്ങനെയെന്നും വേറെ വേറെ വീഡിയോകളിലും പറയും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മൊബൈലിൽ ഒരു എമർജൻസി നമ്പർ ഫീച്ചർ ഉണ്ട്. ആത്മരക്ഷയ്ക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു ടൂളാണ് ഈ എമർജൻസി നമ്പർ. അപ്പോൾ എമർജൻസി നമ്പർ സെറ്റ് ചെയ്യാനും പഠിക്കണം. അതൊക്കെ വെവ്വേറെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ്.